ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് കുക്കിംഗ് വിത്ത് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായ റെസിപ്പിയാണ്. നല്ല നാടൻ മസാലയൊക്കെ പുരട്ടിയാണ് ഈ ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമായിട്ടൊക്കെ ഇരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് മീഡിയം പീസസായി ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ വലിയ കഷ്ണങ്ങളായാലും മസാല ചിക്കൻ്റെ അകത്തെല്ലാം നന്നായി പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ വലിയ കഷ്ണങ്ങളോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഈ മസാലകൾ നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാനുള്ളതാണ്. മുളക് പൊടിയെല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ താല്പര്യം നോക്കി മസാല കൂട്ടിയും കുറച്ചെല്ലാം ഉപയോഗിക്കാം. ചിലർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും. അങ്ങനെയുള്ളവർ മുളക് പൊടിയൊക്കെ കൂടുതൽ ഉപയോഗിക്കാം. ചിലർക്ക് എരിവ് കുറച്ച് മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ചെടുത്താൽ മതി. ഒരു 2 ടീസ്പൂൺ വിനാഗിരി നമ്മൾ ഈ ചിക്കനിൽ പുരട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വിനാഗിരി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്താൽ മതി. ഗ്രാമ്പ്, കുരുമുളക്, ഏലക്ക, പട്ട നമ്മൾ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന ഈ മസാലയാണ് ഈ ചിക്കന് നല്ല ടേസ്റ്റ് മണവും നൽകുന്നത്. ഇത് ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എല്ലാം ചിക്കനിൽ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിലുള്ള വെള്ളമൊക്കെ കൊണ്ട് തന്നെ ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് സമയം മാറ്റി വെക്കുമ്പോഴത്തേക്കും നല്ല മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമില് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. മൂടി തുറന്നതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് തിരിച്ചിടാം. എല്ലാ കഷ്ണങ്ങളും തിരിച്ചു മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ്റെ പുറമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില എണ്ണയ്ക്കെണ്ണൊക്കെ പൊരിഞ്ഞു വരുമ്പോൾ ചിക്കൻ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ പാകമായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടകം കൊണ്ട് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ചിക്കൻ കഷ്ണങ്ങളെല്ലാം കോരിയെടുത്തതിന് ശേഷം എണ്ണയിലുള്ള ആ മസാലകളെല്ലാം നമ്മൾ ചട്ടകം കൊണ്ട് നന്നായിട്ട് കോരി എടുത്തിട്ട് ചിക്കന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. മസാല അങ്ങനെ ചിക്കന്റെ പുറത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലകളെല്ലാം മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണായിരിക്കും. ഇനി ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല കറിവേപ്പിലയുടെ നല്ല മസാലയുടെ ഒക്കെ മൊരിഞ്ഞ മണം വരുന്നുണ്ട്. വളരെ രുചികരമായൊരു ചിക്കൻ ഫ്രൈ ആണിത്. ചപ്പാത്തിയുടെ ചോറിന്റെ കൂടെ ഒക്കെ വളരെ നല്ലതാണ്. ഇത് ചൂടോടെ തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ആണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.